ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നതാ എൻ്റെ വീഡിയോ ഒരു ഹോം ടൂറാണ് കേട്ടോ. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കാണിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. പിന്നെ അത് അടിപൊളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാർ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 നില വീടാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് സിറ്റ് ഔട്ടിൽ ഇതേമാതിരിക്ക് നീളത്തിലൊരു ചെയർ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു പേര് പറയല്ലോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുണ്ട്. പിന്നെ അത് നേരെ ഡോറ് തുറന്നാലുണ്ടല്ലോ ഹാളാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടുത്തെ മോളാണ്. 2 മോളും പിന്നെ ഓലും പിന്നെ തന്നെ ഉള്ളൂ കേട്ടോ. ആകെ 4 പേരുള്ളൂ ഈ വീട്ടിൽ. പിന്നെ അത് ആ ഹാളിൽ നിന്ന് വരുന്നത് ഒരു ലിവിങ് റൂമാണ് കേട്ടോ. സോഫയും കാര്യങ്ങളൊക്കെ ഇടാനൊരു അടിപൊളി റൂമാണ്. ഒരു ചെറുതായിട്ടൊരു തീവയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മേശ ഉണ്ട് കേട്ടോ. പിന്നെ അത് ആ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് വേറൊരു ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി തന്നെയാണ്. ഒരു ഫാനും അതേമാതിരി തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോക്കേസൊന്നും സെറ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇത് കോണി റൗണ്ട് കോണിയാണ് വരുന്നത്. പിന്നെ അത് ആ ഹാളിൽ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഇതേമാതിരിക്ക് ഓരോ ഐറ്റംസ് ഉണ്ട്. പല കളറിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് പൂക്കളും അതേമാതിരിക്ക് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡലാക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ കളറിലുള്ള ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാഷ് ബേസിൻ്റെ ഈ കണ്ണാടി ഉണ്ടല്ലോ, അതിമൊന്ന് തൊട്ടാൽ ലൈറ്റ് എത്തും. അവിടെ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആവും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ടച്ചുള്ളൊരു കണ്ണാടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ പിന്നെ വന്നിട്ടുള്ളത് ഹാളിൽ നിന്നൊരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. പിന്നെ അതിന് മരിക്കന്നെ അവിടെ ഒരു അലമാരിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതും പിന്നെ ഈ ആളിൽ നിന്ന് തന്നെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ആളിൽ നിന്ന് തന്നെ 3 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അടുക്കള ആളിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ 2 റൂമിന് 2 ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറുതായിട്ടൊരു മേശയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോക്കേസും കാര്യങ്ങളും സെറ്റാക്കിയിട്ടില്ല കേട്ടോ ഹാളത്തെ. പിന്നെ അതൊരു മാസ്റ്റർ ബെഡ്റൂമും കൂടെ. പിന്നെന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ അലമാരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇതിലും ഉണ്ട് കേട്ടോ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അതേമാതിരിക്ക് തന്നെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഹാളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ എസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ ബഡ്ജറ്റിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മോഡലായ അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുൻഭാഗം കണ്ടില്ല, നല്ല സെറ്റപ്പും കാര്യങ്ങളിലൊക്കെ നല്ല അടിപൊളി വീടാണ്. മുൻഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഫ്ലാറ്റ് മാതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ടൗണിലൊക്കെ ഉണ്ടാക്കുന്ന വീട് മോഡലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുമാണ്, അയൽവാസിയൊക്കെ തന്നെയാണ് ഒക്കെയാണ് കേട്ടോ ഇവർ. അപ്പോൾ അവിടെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോസ് ഹോം ടൂറാക്കി വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ അടുക്കളയാണ് വന്നിട്ടുള്ളത് ഹാളിൽ നിന്ന് തന്നെ. പിന്നെ ഫ്രിഡ്ജ് അതേമാതിരി ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വർക്ക് ഏരിയ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അല്ല പിന്നെ സ്റ്റോറേജൊക്കെ ഉണ്ട്. അല്ല പിന്നെ റാക്കൊക്കെ നമ്മൾ സ്റ്റോർ റൂം ഉണ്ടാക്കുമല്ലോ, അതേമാതിരിക്ക് റാക്കൊക്കെ കൊടുത്തിട്ട് കുറേ റാക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റോർ റൂം മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ സ്റ്റോർ റൂം അല്ലേനും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല നമുക്ക് അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ് അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് അടിഭാഗം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മേലേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ പിന്നെ നല്ല അടിപൊളി കോണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റൗണ്ട് കോണിയൊക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ ടൈൽസ് ആണെങ്കിലും വർക്കാണെങ്കിലും നല്ല സെറ്റപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതങ്ങനെ നേരെ കയറി വരുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു ഹാളാണ് കേട്ടോ. പിന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെന്താ വെച്ചാൽ അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്കുള്ള സ്പേസാണ് കേട്ടോ അത്. ചെറിയൊരു സിറ്റ് ഔട്ട്, ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെ വ്യൂ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ വീട്. ആ തെങ്ങിൻ്റെ ഇങ്ങേ സൈഡിലാണ് എൻ്റെ വീട്. എൻ്റെ ഈ മതിൽ കെട്ടിയിട്ടുണ്ടല്ലോ ചെറുതായിട്ട്, അതെൻ്റെ ആങ്ങളുടെ വീടാണ് കേട്ടോ. പിന്നെ ഈ റോഡുണ്ടല്ലോ ഇപ്പോൾ അടുത്ത് ധാറിട്ടിട്ടേ ഉള്ളൂ കുറച്ച് ഭാഗം. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് പുറത്തത്തെ വ്യൂ കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ചെറുതായിട്ട് അയൺ ചെയ്യാനൊക്കെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ഹാളിൽ. പിന്നെ ഇത് ഹാളിൽ നിന്ന് നേരെ വരുന്നത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയ 2 മക്കളും ഓലും പിന്നെ തന്നെയുള്ളൂ. അപ്പോൾ മേലൊന്നും വല്ലാതെ കട്ടിലും കടുക്കി അങ്ങനത്തെ ഒന്നും സെറ്റാക്കി എടുത്തിട്ടില്ല. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ അത് ഉണ്ടല്ലോ ബാത്റൂമൊക്കെ പല ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഓരോ റൂമിന് ഓരോ ബാത്റൂം ഉണ്ട്. അപ്പോൾ അതേമാതിരിക്ക് തന്നെ ഇങ്ങനെ സൈഡിൽ ഒരു റൂമുണ്ട് കേട്ടോ. മുകളിൽ 2 റൂമാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ 2 റൂമുണ്ട് മുകളിൽ. അപ്പോൾ അത് ലൈറ്റും കാര്യങ്ങളും കണ്ടോ. അത് മുകളിലത്തെ ഒരു ബെഡ്റൂമത്തെ ബാത്റൂമാണ് കേട്ടോ.
അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടല്ലോ അല്ലെ ഡിസൈനിലാണ് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെയും ചെറുതായിട്ട് ഷോക്കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ഈ ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. നല്ല അടിപൊളിയാണല്ലേ, ഡോറാന്ന് വിചാരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബാത്റൂം കണ്ട് അടിപൊളി തന്നെയാണ് കേട്ടോ. മേലൊന്നും യൂസ് ആക്കുന്നുണ്ടാവില്ല, വേണമെങ്കിൽ താഴെ മാത്രമേ ചെറിയ 2 മക്കളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ റൂമിനും എല്ലാത്തിനും ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. പുറത്തേക്കാണെങ്കിലും പുറത്തുനിന്ന് രാത്രി കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കണം, നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല പാൽ ചായയും കാര്യങ്ങളൊക്കെ കൂട്ടി ഇരുന്ന് നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കില്ല, ഇതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പേസാണ് കേട്ടോ ഇവിടെ. പിന്നെ അത് ചിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനത്തേനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. മേലെ നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് മുകളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് അടിയിലാണെങ്കിലും മേലെയാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇതൊക്കെ സെറ്റാക്കി എടുക്കാണ്ട്. മുകളിലാണെങ്കിലും കട്ടിലും കടിക്കുക അങ്ങനത്തെ മേശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാണ്ട് കേട്ടോ. അവർക്ക് താഴെ ധാരാളമാണ് കേട്ടോ. അവർ 2 ചെറിയ മക്കളും ഉമ്മിയും തന്നെയുള്ളൂ. പിന്നെ ഫാമിലിയൊക്കെ അടുത്തടുത്തുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. എനിക്ക് പറ്റിയത് ഈ ലൈറ്റും കാര്യങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിട്ടിട്ട്, നല്ല അടിപൊളി പൂക്കളും അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വീടാണ്, കുറഞ്ഞ ബജറ്റിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മോഡലായിട്ടുള്ളൊരു അടിപൊളി വീടാണ് കേട്ടോ. 2000 സ്ക്വയർ ഫീറ്റ് 2000 മേലെ സ്ക്വയർ ഫീറ്റ് ആണെന്ന് വെച്ച് തോന്നണേ കേട്ടോ. അവൻ ശരിക്ക് കറക്റ്റ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറഞ്ഞിട്ടാണെങ്കിൽ നല്ല മോഡലാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് അല്ലേ. പുറം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ പുറമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മോഡലാക്കിയിട്ട് നമുക്ക് കുറഞ്ഞ ബജറ്റിലും ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അപ്പോൾ അതാണ് പുറം ഭാഗം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചില്ല, അതാണ് കേട്ടോ. അപ്പോൾ അതവിടെ താഴെയുള്ളത് അവരെ കുടുംബക്കാർ തന്നെയാണ്, ഞങ്ങൾ അയൽവാസിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇങ്ങേ സൈഡത്തെ അതാണ് എൻ്റെ വീട്. ഇതിൻ്റെ മേലത്തിൻ്റെ നേരെ ആങ്ങളുടെ വീടാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇതിൻ്റെ രാത്രിയിലെ ലൈറ്റും വ്യൂ ഒക്കെയാണ് കേട്ടോ. അത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ഈ ചാനലിൽ ഇടൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ വേറൊരു ചാനലുണ്ട്, പൂവിനസ് കെ വേൾഡ് കേട്ടോ. അതിലാണ് പിന്നെ ഇങ്ങനത്തെ വ്ളോഗും കല്യാണ വ്ളോഗൊക്കെ ഉണ്ടാവുക. ഇതിൽ കുക്കിംഗ് വീഡിയോ മാത്രം ഇടുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒന്നും ശരിയായി വരില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ മോഡലാക്കിയിട്ട് മറ്റേ ചാനലിലിടും. പിന്നെ കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതടുത്ത മറ്റേ ചാനലിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.